ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിയ, ഞാൻ അലീഷ. എല്ലാവർക്കും ഹോം ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാം. നമ്മുടെ പുതിയ ഓവനിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ഡോയ്ക്ക് വേണ്ടിയിട്ട് മൈദ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നേരിയ ചൂടുവെള്ളം, ഈസ്റ്റ്, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ്, സവാള, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിസ്സ സോസാണ്. അതിലേക്ക് 2 സവാള, 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്. ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര നേരിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2.5 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് മാറ്റി പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒറിഗാനോ കുറച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പിസ്സക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ഇടുന്നത്. ഇനി നമുക്ക് പിസ്സ സോസിന് വേണ്ടി സവാള മുറിച്ചത്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് വെള്ളവും ചേർത്ത് മുളക് പൊടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ മൈദയിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചാണ് നമ്മൾ ഈസ്റ്റിൻ്റെ ആ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് തീരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരു 15 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇതേപോലെ കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കണം. തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം തക്കാളിയുടെ തൊലി കളഞ്ഞ് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നല്ല കുഴമ്പ് പരുവത്തിന് നല്ല ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ ഈ പാകത്തിനായിരിക്കണം കിട്ടേണ്ടത്. ഇത് നമുക്കൊരു കടായിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാക്കാൻ വെക്കാം. ചൂടാക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയിട്ട് വേണം നമ്മളിത് ചൂടാക്കാൻ വെക്കേണ്ടത്. എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് ഇടണ്ട. ഏകദേശം ഈ പാകത്തിനാവുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. 10 മിനിറ്റിൽ 200 ഡിഗ്രിയിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. 200 ഡിഗ്രിയിൽ നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഈ പാനിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു റൗണ്ടിൽ ഇതിൽ എല്ലായിടത്തും പരത്തി കൊടുക്കാം. സൈഡിൽ കുറച്ച് കട്ടിക്ക്, നടുക്ക് കുറച്ച് നേരിയതായിട്ടുള്ള രീതിയിലാണ് ഇതിങ്ങനെ പരത്തി കൊടുക്കേണ്ടത്. ഇതേപോലെ എല്ലായിടത്തും ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ്, റെഡിയാക്കിയ സോസ് എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. നമ്മളിപ്പോൾ നമ്മൾ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തേക്കുന്ന ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള എന്തൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ ടോപ്പിംഗ് ചെയ്യാം. ഗ്രീൻ പീസ് അല്ലെങ്കിൽ സോയ ചങ്ക്സ്, മഷ്റൂം
ഇപ്പോൾ ബീഫ് വെച്ചിട്ടാണെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ വീട്ടിലുള്ളത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ടോപ്പിംഗ് കുറവാണ്, ടോപ്പിങ്ങിന് സാധനം ഇല്ല എന്ന് പറഞ്ഞ് പിസ്സ ഉണ്ടാക്കാതെ ആരും ഇരിക്കണ്ട. വീട്ടിൽ എന്തൊക്കെ വെച്ചിട്ടാണോ നമുക്ക് അതൊക്കെ വെച്ചിട്ട് പിസ്സ ഇടാം. ഞങ്ങൾ ലാസ്റ്റ് ചീസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സോസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴൊരു ലെയർ കൂടി ചീസ് ഇട്ടാലും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോയും കൂടി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ പോണേണ്. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ നമ്മുടെ പുതിയ ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഇത് 20 മിനിറ്റ് 200 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഓവനിൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ കാണിക്കാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് പിസ്സ. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് നമുക്കിന്ന് റെഡിയായി കഴിയുമ്പോൾ നോക്കാം. ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്, നമുക്കിതിനി പുറത്തേക്ക് എടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആ അറ്റത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കാം. ഓരോ പീസ് വീതം എടുക്കാം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞല്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ നല്ല സോഫ്റ്റും നല്ലൊരു ഫ്ലേവറുള്ള പിസ്സയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. മാക്സിമം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേസ്റ്റ് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, സോറി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എല്ലാവർക്കും ബൈ.